അണിയറയിൽ മറ്റൊരു കാര്യം നടക്കുന്നു. അത് എത്ര കണ്ട് ശരിയെന്ന് നമുക്കറിയില്ല. പക്ഷേ കോൺഗ്രസ് ബെൽറ്റുകളിൽ നിന്ന് വലിയ എതിർപ്പ് വന്നിട്ടുണ്ട്. ശശി തരൂരിനെ കേരള മുഖ്യമന്ത്രി ആക്കുവാനുള്ള ഒരു നീക്കം രണ്ട് സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഒന്ന് BJPയിലും അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ശശി തരൂരിനെ എന്തുകൊണ്ട്, കാരണം രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ മുഖ്യമന്ത്രി ആകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നാണ്. ആ ദൗത്യം കഴിയുമ്പോൾ പിന്നെ അദ്ദേഹത്തിന്, കാരണം ഇപ്പോൾ ഉടനെ അദ്ദേഹത്തിന് ആ ദൗത്യം, ഈ മുഖ്യമന്ത്രി ദൗത്യത്തിലേക്ക് പോയാൽ, പരാജയപ്പെട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട്, BJPയുടെ ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് ശശി തരൂരിനെ പ്ലോട്ട് ചെയ്താൽ എന്ത് എന്നൊരു ചിന്ത കിടന്ന് കറങ്ങുന്നുണ്ട് പൊളിറ്റിക്കൽ സർക്കിളിൽ. അതേസമയം തന്നെ ഇത് മണത്തറിഞ്ഞുകൊണ്ട് അങ്ങനെയെങ്കിൽ ശശി തരൂരിനെ നിർത്തി കേരള രാഷ്ട്രീയം പിടിക്കുക എന്നുള്ള UDF തന്ത്രവും വരാൻ സാധ്യതയുണ്ട്. അതിന് നാഷണൽ തലത്തിൽ ചിലരുടെ സപ്പോർട്ട് വന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സതീശൻ ക്യാപ്റ്റൻ വളരെ വലിയ തോതിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ മറ്റൊരു ജോലി നമ്മുടെ രമേശ് ചെന്നിത്തല ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം അഴിമതികൾ കണ്ടുപിടിക്കുന്നു, അനർട്ടിൻ്റെ ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ മയക്കുമരുന്നിനെതിരെയുള്ള വളരെ വ്യാപകമായ പ്രചരണ പരിപാടികളാണ് രമേശ് ചെന്നിത്തല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പോസിറ്റീവാണ്, അത് ചെയ്യേണ്ടതാണ്. പക്ഷേ അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടൊരു PR-ഉം കൂടി അദ്ദേഹത്തിന് കിട്ടും, അദ്ദേഹത്തിന് ഒരു വിസിബിലിറ്റി കിട്ടും. ആ വിസിബിലിറ്റി ചിലപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഗുണം ചെയ്താലോ എന്നൊരു ചിന്തയും വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വലിയ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഡിസംബർ, ചിലപ്പോൾ ജാനുവരി വരെ പോയേക്കാം. അത് കഴിഞ്ഞാൽ മെയ് 27 മുമ്പേ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കണം. മെയ് 27 മുഖ്യമന്ത്രി വന്നത്, പിണറായി വന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയായിട്ട് 2ാം ടേമിൽ. അപ്പോൾ അതിനുമുമ്പേ തെരഞ്ഞെടുപ്പ് നടക്കണം. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. ശശി തരൂർ BJPയുടെ മുഖ്യമന്ത്രി ആകുമോ അതോ കോൺഗ്രസ് മുഖ്യമന്ത്രി ആകുമോ എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റായി തിരുവനന്തപുരത്ത് നടക്കുന്ന രാഷ്ട്രീയ ചർച്ച. ഇതിൽ കുറച്ച് ഭാഗം ഡൽഹിയിലും നടക്കുന്നുണ്ട്. എന്തായാലും ശശി തരൂർ ഒന്ന് സൈലൻ്റ് ആയിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ ഈ ഒരു ചിന്തയും കൂടെ ഭാഗം ശശി തരൂർ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ശശി തരൂർ മുഖ്യമന്ത്രിയായി കാൻഡിഡേറ്റ്ഷിപ്പിലേക്ക് പ്ലോട്ട് ചെയ്യപ്പെടും എന്നുള്ള, അത് ഏത് പാർട്ടി എന്നുള്ളത് അല്ലെങ്കിൽ ഏത് മുന്നണി എന്നുള്ളത് മാത്രമേ തർക്കമുള്ളൂ. പ്ലോട്ട് ചെയ്യപ്പെടും എന്നുള്ള, അല്ലെങ്കിൽ മത്സരിക്കുമെന്നുള്ള വാർത്ത വളരെ ഗൗരവമായി പൊളിറ്റിക്കൽ ഹാൻഡിലുകളിൽ കറങ്ങുന്നുണ്ട്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.